ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു മിറർ ഗ്ലാസ് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ 4 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അരിപ്പ വെച്ച് കൊടുത്ത് അതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ആദ്യം 1/2 കപ്പും പിന്നെ 1/4 കപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സമയം കൊണ്ട് മുട്ട നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓയിൽ ഇട്ടതിന് ശേഷം ഒരുപാട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായി ചേർത്തെടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ബാറ്റർ വയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ തടവി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ എടുത്ത് കൊടുക്കാം. എന്നിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. മുഴുവനായി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു റിങ് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 25 to 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് റെഡി ആയെന്ന് നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റാം. ഇനി ഞാനിവിടെ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രീമിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് നല്ല സ്പോഞ്ചായി വന്നിട്ടുണ്ട്. ഞാനിത് 3 ലെയറാക്കി കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് എടുത്ത് നമുക്കിതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. മുഴുവനായും ക്രീം ഇട്ടതിന് ശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം ഇട്ട് കൊടുക്കാം. ഇനി 3rd ലെയറും കൂടി വെച്ച് ഇതുപോലെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാം. എന്നിട്ട് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം.
ഈ സമയത്ത് നമുക്ക് വൈറ്റ് ഗണേശ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റും ഒരു പീസ് ബട്ടറും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്ത് വൈറ്റ് ഗണേശ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് എടുത്ത് നമുക്കിത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താഴെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. സൈഡിലൊക്കെ ഫുൾ കവർ ചെയ്യണം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട് കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിലിടെ അറിയിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching. Bye bye.